ചോദ്യ ബാങ്കിൻ്റെ മൂന്നാം അധ്യായമാണിത്. 10 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 10 ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും ഇവിടെ വിശകലനം ചെയ്യുന്നു. 1. ദേശീയ പതാകയിലെ നിറങ്ങൾ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വിശദീകരിച്ചത് ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. ഡോക്ടർ ബി.ആർ. അംബേദ്കർ, സി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ, ഡി. മഹാത്മാഗാന്ധി. ഉത്തരം ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. രണ്ടാമത്തെ രാഷ്ട്രപതിയും. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5-നാണ് നാം ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. 2. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? എ. ബാംഗ്ലൂർ, ബി. കാശ്മീർ, സി. ചണ്ഡീഗഡ്, ഡി. ഡൽഹി. ഉത്തരം സി. ചണ്ഡീഗഡ്. ലേ കോർബസ്യർ ആണ് ചണ്ഡീഗഡിൻ്റെ ശില്പി. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. 3. ശകവർഷം ആരംഭിച്ചത് എന്നാണ്? എ. AD 78, ബി. AD 80, സി. AD 76, ഡി. AD 77. ഉത്തരം എ. AD 78. കുശാന വംശത്തിലെ ചക്രവർത്തിയായിരുന്ന കനിഷ്കൻ്റെ കാലത്താണ് ശകവർഷം ആരംഭിച്ചത്. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷം. 365 ദിവസവും 12 മാസവും അടങ്ങിയതാണ് ശക കലണ്ടർ. ആദ്യ മാസം ചൈത്രമാണ്. സാധാരണയായി മാർച്ച് 21-നാണ് ശകവർഷം ആരംഭിക്കുന്നത്. അതിവർഷത്തിൽ മാർച്ച് 22-നും. 4. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? എ. ബിലായിൽ സ്റ്റീൽ പ്ലാന്റ്, ബി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്, സി. ടാറ്റ സ്റ്റീൽ പ്ലാന്റ്, ഡി. റൂർക്കല സ്റ്റീൽ പ്ലാന്റ്. ഉത്തരം സി. ടാറ്റ സ്റ്റീൽ പ്ലാന്റ്. 1907-ലാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ആരംഭിച്ചത്. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന JRD ടാറ്റയാണ് ഇതിൻ്റെ സ്ഥാപകൻ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 5. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എ. തൃശ്ശൂർ, ബി. മലപ്പുറം, സി. പാലക്കാട്, ഡി. എറണാകുളം. ഉത്തരം സി. പാലക്കാട്. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സൈലൻറ്റ് വാലിയെ 1984-ലാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. അതുവരെ സൈരന്ധ്രി വനം എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. കുന്തിപ്പുഴ സൈലൻറ്റ് വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ സൈലൻറ്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ വനം എന്ന് വിളിക്കുന്നത്. 6. അഗ്നിസാക്ഷി എന്ന നോവൽ കൊണ്ട് മലയാള സാഹിത്യ മനസ്സിൽ ഇടം നേടിയ സാഹിത്യകാരി? എ. കമലാദാസ്, ബി. ലളിതാംബിക അന്തർജനം, സി. പി. വത്സല, ഡി. എം. ലീലാവതി. ഉത്തരം ബി. ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവലാണ് അഗ്നിസാക്ഷി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ നോവൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. 1999-ൽ അഗ്നിസാക്ഷി സിനിമയായി. ശ്യാമപ്രസാദാണ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത്. ദേശീയ ചലച്ചിത്ര അവാർഡും 8 സംസ്ഥാന അവാർഡുകളും ഈ ചിത്രം നേടിയിട്ടുണ്ട്. 7. ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? എ. ബരാക് ഒബാമ, ബി. ഐൻ റാൻഡ്, സി. ജോൺ മിൽട്ടൺ, ഡി. വില്യം ഷേക്സ്പിയർ. ഉത്തരം എ. ബരാക് ഒബാമ. അമേരിക്കയുടെ 44-ാമത്തെ പ്രസിഡൻ്റായിരുന്നു ബരാക് ഒബാമ. 2009 മുതൽ 2017 വരെ അദ്ദേഹം US പ്രസിഡന്റിൻ്റെ ചുമതല നിർവഹിച്ചു. US ചരിത്രത്തിലെ ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ പ്രസിഡന്റാണ് ബരാക് ഒബാമ. 2009-ൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനായി. 8. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? എ. 2, ബി. 3, സി. 4, ഡി. 5. ഉത്തരം ഡി. 5.
അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത്. 1974 മുതൽ 1978 വരെയായിരുന്നു പദ്ധതിയുടെ കാലാവധി. തൊഴിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, നീതി എന്നിവയ്ക്കാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. പദ്ധതിയുടെ ആദ്യ വർഷത്തിൽ മിനിമം നീഡ്സ് പ്രോഗ്രാം MNP അവതരിപ്പിച്ചു. ചില അടിസ്ഥാന മിനിമം ആവശ്യങ്ങൾ നൽകുകയും അതുവഴി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കിയത്. അതുകൊണ്ടാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ നൽകിയത്. 9. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റിൽ പാസാക്കിയ വർഷം. A 2006, B 2005, C 2004, D 2007. ഉത്തരം B 2005. 2005 സെപ്റ്റംബർ 7-നാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നതും അവിദഗ്ധ കായിക ജോലികൾ ചെയ്യാൻ സന്നദ്ധതയുള്ളവരുമായ ആളുകൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. വേതനം തൊഴിലാളിയുടെ അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. 10. അസമുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? A ഭൂട്ടാൻ ബംഗ്ലാദേശ്, B ഭൂട്ടാൻ മ്യാൻമർ, C ചൈന നേപ്പാൾ, D നേപ്പാൾ മ്യാൻമർ. ഉത്തരം A ഭൂട്ടാൻ ബംഗ്ലാദേശ്. അയൽ സംസ്ഥാനങ്ങളിൽ ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നില്ല. സമുദ്രാതിർത്തിയാണ് ഇവയ്ക്കുള്ളത്. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അസം, പശ്ചിമ ബംഗാൾ, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവയാണ്. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവ. ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, അസം, പശ്ചിമ ബംഗാൾ, സിക്കിം. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ലഡാക്ക്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അഥവാ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അഥവാ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്.